അപ്പോൾ ഇന്ന് നമുക്കൊരു കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കാം അല്ലേ. എപ്പോഴും നമ്മൾ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുന്നത്, ചിക്കനും ഫിഷൊക്കെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് കല്ലുമ്മക്കായ ബിരിയാണി കഴിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഉച്ചമുക്കാലും നേരം നല്ല വിശപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വിശപ്പാണ്. അപ്പം നമ്മളെ നല്ല കല്ലുമ്മക്കായ ബിരിയാണിയും കൂടെ സാലഡും അച്ചാറും ചമ്മന്തിയൊക്കെയാണ്. കുഴിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഒരു പീസ് കല്ലുമ്മക്കായ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒട്ടുക്കത്തെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ പീസാണ്. പിന്നെ ഇത് ഓരോ കുഴിക്കും തോറും കൂടുതൽ മസാലയും കല്ലുമ്മക്കായും ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-12 വരെയൊക്കെ ഞാൻ കല്ലുമ്മക്കായ എണ്ണിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ക്ഷമ നശിച്ച് ഞാൻ തിന്നാൻ തുടങ്ങി കേട്ടോ. പിന്നെ എത്ര കല്ലുമ്മക്കായ കിട്ടിയെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു, മസാലയും ഒക്കെ നല്ല നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതിച്ചോറാണ്. ഈ ബിരിയാണി ലവറായ നമുക്ക് എന്ത് പൊതിച്ചോറ് വന്നിട്ടല്ലേ. പിന്നെ പൊതിച്ചോറ് കാണാനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മുട്ടയും പപ്പടം ചെമ്മീനും ഫിഷും കൂന്തലും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കൈയിട്ട് വാരി കഴിച്ചു എന്നല്ലാതെ നമ്മൾ ബിരിയാണിയിലോട്ട് തന്നെ കടന്നു. രണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കല്ലുമ്മക്കായ ബിരിയാണിക്ക് 400 രൂപയും പൊതിച്ചോറിന് 250 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം രണ്ടും അത്യാവശ്യം റേറ്റിനനുസരിച്ച് തന്നെ നമ്മൾ ക്വാണ്ടിറ്റിയും കൊടുത്ത പോലെ തോന്നി കേട്ടോ. നമ്മുടെ വയറ് നല്ല അത്യാവശ്യം നല്ല പൊട്ടാറായ രീതിയിലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം കൂടെ നല്ല പായസം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ കണ്ണൂർ കാൾടെക്സിനടുത്തുള്ള പുലരി റെസ്റ്റോറൻറ്റിലായിട്ടാണ് കേട്ടോ.